വേദു ഓരോ കാര്യങ്ങൾ നോക്കുന്ന കൂട്ടത്തിലാണ് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന രുദ്രനെ കാണുന്നത്. അവൾ എന്താണെന്നൊരു പുരിക ഉയർത്തി അവനോട് ചോദിച്ചു. അവന് ചുണ്ട് കൂർപ്പിച്ചൊരു ഉമ്മ അവൾക്ക് കൊടുത്തു. വേദു അവനെ നോക്കി കണ്ണുരുട്ടി. രുദ്രൻ നൈസായിട്ട് ഇളിച്ചു കാണിച്ചു. ചിരിക്കുമ്പോഴുള്ള അവന്റെ നുണക്കുഴിയിൽ അവളുടെ നോട്ടം ചെന്ന് തങ്ങി നിന്നു. കുറെ നേരം അവൾ അവനെ തന്നെ നോക്കി നിന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു നിമിഷം ഉടക്കി. ഋതുവിന്റെ ആക്കിയുള്ള ചുമ കേട്ടപ്പോഴാണ് വേദു അവനിൽ നിന്നും നോട്ടം പിൻവലിച്ചത്. അവളുടെ ആക്കിയുള്ള പാട്ട് കേട്ടതും വേദു അവളെ നോക്കി നൈസായി വിളിച്ചു. നടക്കട്ടെ നടക്കട്ടെ. ഋതു അത് പറഞ്ഞ് നടന്നു. പുറകെ വേദുവും. കുറച്ചു സമയത്തിനു ശേഷം അവരെല്ലാം തറവാട്ടിലേക്ക് പോയി. ആമി ഉറക്കം തൂങ്ങി അബിയുടെ കൂടെ തറവാട്ടിലേക്ക് വന്നു. കൂടെ ഋഷിയും ഋതുവും. വേദുവും രുദ്രനും എല്ലാവരുടെയും പുറകിലാണ് ഉള്ളത്. അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കുറെ സമയത്തിനു ശേഷം അവരെല്ലാവരും അവിടെ എത്തി. രാത്രി ഏറെ വൈകിയാണ് ബദ്രിയും കാത്തുവും വീട്ടിലേക്ക് വന്നത്. കാറിന്റെ ശബ്ദം കേട്ട് പ്രതാപും രുദ്രനും വന്നു. ബദ്രിയുടെ കാറ് കണ്ടതും അവരത്ഭുതപ്പെട്ടു. ബദ്രിയാണല്ലോ രുദ്ര. ആ അതെ അച്ഛാ. ഇതെന്താ പെട്ടെന്നൊരു വരവ്? ആ അറിയില്ല, വാ നോക്കാം. രുദ്രും പ്രതാപും പുറത്തേക്കിറങ്ങി. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാത്തുവും ഇറങ്ങി. ആഹാ, ഇതാരാ? കാർത്തുവോ? നീ വന്നത് വലിയ സർപ്രൈസ് ആയല്ലോ. രുദ്ര പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. വാ രണ്ടുപേരും. അവരെല്ലാം അകത്തേക്ക് പോയി. കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം പ്രതാപ് കിടക്കാനായി റൂമിലേക്ക് പോയി. ഒരുപാട് വൈകിയത് കൊണ്ട് എല്ലാവരും ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവര് വന്നത് ആരും അറിഞ്ഞില്ല. രുദ്ര ഉറങ്ങാൻ പോയില്ല. അവൻ അവര് രണ്ടുപേരുമായി സംസാരിക്കുവാണ്. വേദു ഉറക്കത്തിൽ നിന്ന് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ഈ ദേവേട്ടന് ഇതെവിടെ പോയി? അവൾ അത് ആലോചിച്ച് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി. അബിയുടെയും ഋഷിയുടെയും റൂമിലെ ലൈറ്റെല്ലാം അണഞ്ഞിരിക്കുന്നു. എന്റെ ദേവി, എല്ലാവരും കിടന്നുറങ്ങിയല്ലോ. ഇങ്ങനെ മാത്രം ഇത് എവിടെ പോയി? അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അതാണ് ഒന്ന് മയങ്ങിപ്പോയി. പക്ഷേ ദേവേട്ടൻ ആ സമയം റൂമിലുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് എവിടെ പോയി? അവൾ ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞപ്പോഴാണ് തനിക്കെതിരെ വരുന്ന ഋഷിയെ കാണുന്നത്. ഋഷിയേട്ടാ, ആ നീ എന്ത് ഈ സമയം ഇവിടെ? ഉറക്കമൊന്നുമില്ലേ? ദേവേട്ടൻ എവിടെ പോയി? അവന് താഴെയുണ്ടല്ലോ. കാർത്തുവും ബദ്രിയുമായി സംസാരിക്കുക. ബദ്രി വന്നോ? വന്നു. അല്ല, ആരായി കാർത്തു? ഓ, കാർത്തു ആരാണെന്ന് അറിയില്ല അല്ലേ? രുദ്രനിട്ടൊരു പണി കൊടുത്താലോ? ഋഷി മനസ്സിലായി ഓർത്തു. കൊടുക്കാം. ഋഷിയേട്ടാ, ആരായി കാർത്തു? ഓ, അത് നിനക്കറിയില്ല അല്ലേ? കാർത്തു നമ്മുടെ രുദ്രന്റെ ആദ്യ പ്രണയവുമാണ്. അവന് പറഞ്ഞതും അവൾ കണ്ണുമിഴിച്ച് ഋഷിയെ തന്നെ നോക്കി. പ്രണയമോ? ആ കടുവയ്ക്കോ? അതെ, നീ ഇപ്പോൾ ചെന്ന് നോക്ക്. അവൻ അവളുമായി നിന്ന് സംസാരിക്കുന്നത് കാണാം. വേണ്ട, എനിക്ക് കാണണ്ട. ആ കടുവ റൂമിലേക്ക് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാന്. അവൾ അത് പറഞ്ഞ് റൂമിലേക്ക് പോയി. മോനെ രുദ്ര, നീ തീർന്നു. അവൾ ഇന്ന് നിന്നെ പഞ്ഞിക്കിടും. അവൻ അത് പറഞ്ഞ് റൂമിലേക്കും പോയി. കുറച്ച് സമയം കഴിഞ്ഞതും രുദ്ര റൂമിലേക്ക് വന്നു. അവൻ അവിടെ ചെന്ന് കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന വേദുവിനെയാണ്. ഈ പെണ്ണ് ഇതുവരെ കിടന്നില്ലേ? അവന് നേരെ അവളുടെ അടുത്തേക്ക് പോയി. വേദു, എന്താ? നീ എന്തിനാ ഈ തണുപ്പത്ത് ഇവിടെ നിൽക്കുന്നേ? ആ ഒന്നുമില്ല. കടുവയുടെ കാര്യം നോക്ക്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഇവൾക്കിത് എന്തു പറ്റി? ആകെ കലിപ്പാണല്ലോ. അവൻ സ്വയം ആലോചിച്ച് ബെഡിലേക്ക് പോയി കിടന്നു. അതിൻ്റെ പുറകെ വേദു ചെന്ന് ബെഡ്ഷീറ്റ് താഴെ വിരിച്ച് കിടന്നു. നീ എന്തിനാ അവിടെ കിടക്കുന്നേ? ഞാൻ ഇനി മുതൽ ഇവിടെയാ. നിങ്ങളുടെ കൂടെ ഞാൻ ബെഡിൽ കിടക്കമാട്ടെ. രുദ്രാണെങ്കിൽ ഇവളുടെ വട്ടുമൂത്തോ എന്ന് ചിന്തിക്കാതിരുന്നില്ല. അവനാകെ കിളിപോയി. നിനക്കിതെന്താ പെണ്ണെ പറ്റിയേ? തലക്കാരെങ്കിലും അടിച്ചോ? പിച്ചും പേയൊക്കെ പറയുന്നു. ആ, നിങ്ങൾക്ക് അങ്ങനെ തോന്നൂ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും ഞാൻ ബെഡിൽ കിടക്കില്ല. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മറ്റവളുടെ കൂടെ പോയി കിടക്ക്. വേദു നിന്ന് പിറുപിറുത്തു. വേണ്ട, ബെഡിൽ വന്ന് കിടക്ക്. ഞാൻ വേറെ റൂമിൽ പോയിക്കോളാം. അവൻ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. വേദു ബെഡിൽ വന്ന് കിടന്നു. പക്ഷേ അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. രുദ്രന്റെ അഭാവം അവളെ നിരാശപ്പെടുത്തി. വേദു എഴുന്നേറ്റ് രുദ്രനെ നോക്കാൻ പുറത്തേക്ക് പോയി. രുദ്ര നേരെ വന്നത് ഋഷിയുടെ റൂമിലാണ്. അവന് ഡോറ് മുട്ടിയതും ഋഷി പെട്ടെന്ന് തന്നെ വന്ന് ഡോറ് തുറന്നു. വേദു ഗെറ്റൗട്ട് അടിച്ചു. അല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് വന്നതാ. അവളാണെങ്കിൽ ഓരോന്ന് പിച്ചുമ്പേയും പറയുന്നു ഞാൻ അവളുടെ കൂടെ ബെഡിൽ കിടക്കണ്ട എന്നൊക്കെ. നന്നായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. ആമിയുടെ പേര് പറഞ്ഞ് എന്നെ കുറെ ടെൻഷൻ അടിപ്പിച്ചതല്ലേ? ഇനി നീ കുറച്ച് ടെൻഷൻ അടിക്ക്. ഋഷി മനസ്സിലോർത്തു. നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നേ? വന്ന് കിടക്കാൻ നോക്ക്. ആ, വരുവാ. അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നു. വേദ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ പുറത്തേക്ക് വന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പമ്മി പമ്മി നടക്കുന്ന അബിയെ കാണുന്നത്. അവൾ ഉടനെ അവന്റെ പുറകെ വെച്ചു പിടിച്ചു.
അഭി ഫ്രണ്ട് ഡോറ് തുറന്ന് പോർച്ചിലേക്ക് പോയി ബുള്ളറ്റ് എടുത്തതും വേദു അവന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. എങ്ങോട്ടാ ഈ രാത്രി? ദൈവമേ, ഇവൾക്ക് ഉറക്കമില്ലേ? പറ, എവിടേക്കാ? പുറത്തേക്ക് പോകുക. ഈ സമയത്തോ? എന്താ ഈ സമയത്ത് പോകാൻ പാടില്ലേ? മാറി നിൽക്ക് കൊച്ചേ, ഞാൻ പോകട്ടെ. ഹാ, മാറാം. എന്തിനാ പുറത്തു പോകുന്നേ എന്ന് പറയണം. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എന്തൊക്കെ അറിയണം ഈ കുരിപ്പിന്. പറ ബ്രോ, എവിടേക്കാ? അത് പിന്നെ എനിക്ക് നൈറ്റ് ഡ്രൈവ് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് പുറത്തു പോകുക. അല്ലാതെ മതിലും ചാടി ഗാമുയെ കാണാൻ പോകുവല്ല അല്ലേ? അവൾ പറഞ്ഞതും അവനൊന്ന് ഞെട്ടി. ഞെട്ടണ്ട, എനിക്കതൊക്കെ അറിയാം. അതിനവനൊന്ന് വിളിച്ചു കാണിച്ചു. നീ പറഞ്ഞത് സത്യവാ, ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ തന്നെ പോകുക. ഗാമുകൻ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഗാമുകയ്ക്ക് 2 ആങ്ങളമാരുണ്ട് എന്ന് ഓർമ്മ വേണം. അവളുടെ ആങ്ങളമാരൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്തായാലും പോയിട്ട് വാ ചേട്ടാ. അല്ല, നീ എന്താ ഈ സമയത്ത് ഇവിടെ? അതോ ഒറ്റയ്ക്ക്? ഉറക്കമൊന്നുമില്ലേ? ഓ, എൻ്റെ ഉറക്കമെല്ലാം പോയി അഭിയേട്ടാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. അയ്യോ, എന്തു പറ്റി വേദു? കാത്തു ദേവേട്ടനെ കാമുകയാണെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് ഉറക്കമെല്ലാം പോയി. പിന്നെ ദേവേട്ടനെ ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചു. കാർത്തു രുദ്രന്റെ കാമുകയോ? അവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്നോടിത് ആര് പറഞ്ഞടി? എന്താ, അത് സത്യമല്ലേ? അല്ല, കാർത്തു ബദ്രിയുടെ ആൻറ്റിയുടെ മോളാ, അവൻ്റെ സ്വന്തം പെങ്ങൾ. അവൻ്റെ മാത്രമല്ല, ഞങ്ങളുടെയും. പിന്നെ ആ ദുഷ്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഏത് ദുഷ്ടൻ? ഋഷിയേട്ടൻ. നിന്നെ വട്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ രുദ്രനിട്ടൊരു പണി കൊടുത്തേ ആയിരിക്കും. ഇപ്പൊ ഞാനിനി എന്തു ചെയ്യും? ഒന്നും ചെയ്യണ്ട, നേരെ ചെന്ന് രുദ്രനെ കാണാൻ നോക്ക്. പോ. ആ ചുപ്പാണ്ടിയെ ഞാനൊന്ന് കാണട്ടെ. അങ്ങേർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും. അങ്ങേർക്ക് ആമിയെ കെട്ടണമല്ലേ? കെട്ടിക്കാൻ ഞാൻ, കള്ള ചുപ്പാണ്ടി. അവൾ ഓരോന്ന് പിറുപിറുത്ത് അകത്തേക്ക് പോയി. അഭി ശ്രുതിയുടെ വീട് ലക്ഷ്യമാക്കി പോയി. വേദു നേരെ ഋഷിയുടെ റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്നതും കാണുന്നത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഋഷിയെയും രുദ്രനെയുമാണ്. ആ കാഴ്ച അവൾ കുറേനേരം നോക്കി നിന്നു. അവൾക്ക് അവരെ ശല്യപ്പെടുത്താൻ തോന്നിയില്ല. അവൾ ഡോറടച്ച ശേഷം റൂമിലേക്ക് പോയി. കുറെ സമയത്തിനു ശേഷം അവൾ ഉറങ്ങിയിരുന്നു. അഭി നേരെ ശ്രുതിയുടെ വീടിന്റെ ഫ്രണ്ടിലെത്തി. ഭാഗ്യം, ഇവിടെ ഇങ്ങും ആരുമില്ല. അവൻ പതിയെ ബുള്ളറ്റ് ഒതുക്കി വെച്ച ശേഷം നേരെ മതിലും ചാടി ശ്രുതിയുടെ റൂമിലേക്ക് പോയി. ബാൽക്കണിയിലൂടെ അവൻ ഒരുവിധം കയറി. പതിയെ ബാൽക്കണിയുടെ റൂം തുറന്ന് അകത്തേക്ക് കയറി. അവന് നോക്കിയപ്പോഴാണ് പോത്തുപോലെ കിടന്നുറങ്ങുന്ന ശ്രുതിയെ കാണുന്നത്. ഓ, എന്താ ഒരു ഉറക്കം! ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് കിടക്കുന്നത് കണ്ടില്ലേ? അവൻ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടിയിഴകൾ പതിയെ ഒതുക്കിയ ശേഷം അവൻ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. സ്നേഹത്താൽ ചാലിച്ച ചുംബനം. അവൾ ഒന്ന് ചിനുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അപ്പോഴാണ് അവളുടെ ടോപ്പി മാറിക്കടക്കുന്നത് അവൻ കണ്ടത്. അവൻ നോട്ടം മാറ്റിയെങ്കിലും അവളുടെ മറുകിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. ഓ, ഈ പെണ്ണ് മനുഷ്യനെ വഴി തെറ്റിക്കും. അവൻ അവളുടെ ടോപ്പ് നേരെയാക്കിയ ശേഷം ഒന്നുകൂടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി റൂമിൽ നിന്നിറങ്ങി. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി തറവാട്ടിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ രുദ്ര കണ്ണു തുറന്നു. പക്ഷേ അവന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് തൻ്റെ മേലേക്കൊരു കാലും കൈയും ഇട്ട് കിടക്കുന്ന ഋഷിയെ കാണുന്നത്. രുദ്ര അവൻ്റെ ദേഹത്തു നിന്നും കാലും കൈയും എടുത്തു മാറ്റി എഴുന്നേറ്റ് ഫ്രഷാകാനായി പോയി. രുദ്ര ഫ്രഷായി നേരെ താഴേക്ക് പോയി. അവൻ അവിടെയെല്ലാം നോക്കിയിട്ടും വേദുവിനെ കണ്ടില്ല. ഈ പെണ്ണിത് എവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. സാധാരണ രാവിലെ തന്നെ കാണുന്നതാണല്ലോ. അവൻ ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടത്. അവൻ അവിടേക്ക് നടന്നു ചെന്നു. മോളെ വേദു, നീ ഈ മുടിയൊന്ന് സൂക്ഷിച്ചില്ലല്ലോ, എല്ലാം കൊഴിഞ്ഞു പോയല്ലോ. മുത്തു പറഞ്ഞതും അവൾ നൈസായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. രുദ്ര അവിടേക്ക് വന്നതും കാണുന്നത് വേദുവിൻ്റെ തലയിൽ എണ്ണ തേക്കുന്ന മുത്തുവിനെയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ഋതുവും ആമിയുമുണ്ട്. രണ്ടുപേരും രാവിലെ തന്നെ നല്ല പണിയിലാണ്. എൻ്റെ ഋതു, ആമി, 2 പോയി കുടിച്ചിട്ട് വരൂ. വെയിറ്റ് അമ്മേ, ഞാൻ ഇതൊന്നും തിന്നട്ടെ. കയ്യിലുള്ള പാത്രം പൊക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതെ, എഴുന്നേറ്റ ഉടനെ ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തേ പറ്റില്ല. ആ ദിവസം മൊത്തം പോക്കായിരിക്കും. ആമി പറഞ്ഞതും ഋതുവും ചിരിച്ചുകൊണ്ട് തലയാട്ടി. യാമിനിയും ഹേമയും മുത്തുവും വേദവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അവരുടെ സംസാരം കേട്ട്. എന്നാൽ രുദ്ര തൻ്റെ പെണ്ണിനെ നോക്കുകയായിരുന്നു. മുട്ടോളമുണ്ട് അവളുടെ മുടി. ശരിക്കും അതാണ് വേദുവിൻ്റെ സൗന്ദര്യം. അവനൊരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. ആഹാ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു മുത്തു. നിങ്ങൾ ആരെയും കണ്ടില്ല, അതാ തിരക്കിറങ്ങിയത്. ഓ, ഞങ്ങളെ കണ്ടില്ലെന്നാണോ? കെട്ടിയോളെ കണ്ടില്ലെന്നാണോ? ആമി ഒരു ആക്കിയ ചിരിയോടെ പറഞ്ഞു. രുദ്ര അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയതും ആമി നൈസായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. അവന് വേദുവിനെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോയി.
കുറച്ചു സമയം കഴിഞ്ഞതും വേദു ഫ്രഷാകാനായി പോയി. രുദ്ര റൂമിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് വേദു അവിടേക്ക് വന്നത്. അവളെ കണ്ടിട്ടും അവന് മൈൻഡ് ചെയ്യാതെ തന്നെ ഇരുന്നു. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ കലിപ്പിലാണല്ലോ കടുവ. ഇതിനൊന്ന് മെരുക്കിയെടുക്കാൻ എന്താ ചെയ്യാ? അവൾ അതും ആലോചിച്ച് അവിടെ തന്നെ നിന്നു. ഫ്രഷ് ആവുന്നെങ്കിൽ പെട്ടെന്ന് ഫ്രഷ് ആവണം. ബാക്കിയുള്ളവർക്ക് ഓഫീസിൽ പോകേണ്ടതാണ്. രുദ്രന്റെ അലർച്ച കേട്ടപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. എന്താ ദേവേട്ട പറഞ്ഞേ? ഓ, അപ്പൊ മേഡം ഈ ലോകത്തൊന്നും അല്ലേ? അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി കണ്ണുരുട്ടിയ ശേഷം അവൾ വാഷ്റൂമിലേക്ക് പോയി. മോളെ വേദു, നീ ഇന്നലെ എന്താ പറഞ്ഞേ? കാർത്തു എൻ്റെ കാമുകയാണെന്ന് അല്ലേ? ശരിയാക്കി തരാടി കുരുട്ടെ നിനക്കിന്ന്. അവൾ പോയ വഴിയെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും വേദു ഫ്രഷായി ഇറങ്ങി. അവൻ അവളെ മൈൻഡ് ചെയ്യാതെ ഫ്രഷാകാൻ കയറി. വേദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ ചെറിയൊരു അവഗണന പോലും അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഋഷിയെ കാണാനായി അവൾ താഴേക്ക് പോയി. വേദു താഴേക്ക് വന്നതും കാണുന്നത് കാർത്തുമായി ഓരോന്ന് സംസാരിച്ച് ചിരിക്കുന്ന ഋഷിയെയാണ്. ഋഷി വേദുവിനെ കണ്ടതും പതിയെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. ഡു ശുപ്പാണ്ടി, അവിടെ നിന്നോ, അല്ലെങ്കിൽ തന്നെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. അവൻ്റെ പുറകെ ഓടിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. ഇല്ല വേദു, നീ എന്നെ ചവിട്ടിക്കൂട്ടാനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ ദേവി, ശുപ്പാണ്ടിക്ക് ഒടുക്കത്തെ സ്റ്റാമിനയാണല്ലോ. ശുപ്പാണ്ടി ഒന്ന് നിർത്താൻ എന്താ ചെയ്യും? ദേ ശുപ്പാണ്ടി, അവിടെ നിന്നോ, അല്ലെങ്കിൽ ആമിയെ ഇഷ്ടമാണെന്ന് ഞാൻ ഇവിടെയെല്ലാം പരത്തും. വേദുവിൻ്റെ ഭീഷണി കേട്ടതും സ്വിച്ച് ഇട്ടതുപോലെ ഋഷി നിന്നു. അവൻ രണ്ടും പാടത്താണ് അവസാനം ഓടി നിന്നത്. അവൻ പതിയെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും വേദു അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി. ഋഷി നൈസായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. കൂടുതൽ ഇളിക്കല്ലേ ശുപ്പാണ്ടി, ഇന്നലെ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ രുദ്രനിട്ടൊരു പണി കൊടുക്കാൻ. അതിനാണോ പാവം എൻ്റെ ദേവേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞേ? അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു. സോറി മോളി, ഏട്ടനോട് അതങ്ങ് ക്ഷമിക്കണം. ക്ഷമിക്കാം, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. എന്ത് ഡിമാൻഡ്? ദേവേട്ടൻ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല, അത് സോൾവ് ആക്കി തരണം. ഞാൻ ആ കടുവയോട് സംസാരിച്ച് സോൾവ് ആക്കണമെന്നോ? ആ അതെ. എന്താ, അത് നടക്കില്ലേ? ഇല്ല, ഇത് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലേ അവൻ എന്നെ പഞ്ഞക്കിടും. ആ അതൊന്നും എനിക്കറിയില്ല. മര്യാദയ്ക്ക് പോയി സംസാരിച്ച് സോൾവ് ആക്ക്, അല്ലെങ്കിൽ ആമിയെ അങ്ങ് മറന്നേക്ക്. ഓ പുല്ല്, ഒന്നും വേണ്ടായിരുന്നു. ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവിക്കാം, അല്ലാതെന്താ. അവനെ അതും ആലോചിച്ച് നിന്നതും വേദു അവനെ പിടിച്ച് ചെളിയിലേക്ക് തള്ളിയതും ഒരുമിച്ചായിരുന്നു. ഋഷി താ കിടക്കുന്നു താഴെ. വേദു തിരിച്ച് തറവാട്ടിലേക്കും ഓടി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ് വേദു ഓടി വന്നത്. നേരെ വന്ന് അവൾ ജഗ്ഗിലിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു. എന്താ വേദു, നീ ആകെ വിയർത്തല്ലോ, കൂടാതെ അണയ്ക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും നിന്നെ ഓടിച്ചോ? ഏയ് ഇല്ല, ഞാൻ ചുമ്മാ പാടത്തൊന്ന് പോയതാ. മോളിരിക്ക്, ഞാൻ ഫുഡ് എടുക്കാം. ആ ശരി മുത്തു. വേദു രുദ്രന്റെ ഓപ്പോസിറ്റ് ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. രുദ്ര അവിടെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. വേദുവിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അവൾ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റു പോയി. രുദ്രം ഒന്നും കഴിക്കാതെ അവളുടെ പുറകെ എഴുന്നേറ്റു. ഇവർക്കിത് എന്തു പറ്റി? രണ്ടും ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയല്ലോ. രണ്ടുപേരും തമ്മിൽ പിണങ്ങിയോ? ഏയ് ഇല്ല മുത്തു, പിന്നെ പിണങ്ങിയാൽ തന്നെ അവർ അത് സോൾവ് ആക്കിക്കോളും. മുത്തു ചോദിച്ചതും അഭി മറുപടി പറഞ്ഞ ശേഷം ഫുഡ് കഴിച്ചു. ഋഷി പാടത്തുനിന്ന് എഴുന്നേറ്റ് പതിയെ തറവാട്ടിലേക്ക് നടന്നു. ആ കുരുട്ട് എന്ത് പണിയാ എനിക്ക് തന്നത്. ആ അല്ലെങ്കിലും അവളായതുകൊണ്ട് ഇത്രേ ചെയ്തുള്ളൂ എന്ന് സമാധാനിക്കാം. അവൻ ഓരോന്ന് സ്വയം പറഞ്ഞ് തറവാട്ടിലേക്ക് എത്തി. ഋഷി തറവാട്ടിലേക്ക് വന്നതും അവനെ കണ്ട് ആമയും ഋതുവും പൊട്ടിച്ചിരിച്ചു. ഇതാരാ ഋതു? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നല്ലോ. ആമ അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ദേ നിർത്തിക്കോ രണ്ടെണ്ണവും, എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്. അയ്യോ ഋഷിയേട്ടനായിരുന്നോ? മനസ്സിലായില്ല കേട്ടോ. ഇതെന്താ പറ്റിയത്? നിനക്ക് ഞാൻ വിശദീകരിച്ചു തരാം. ആദ്യം ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ. അവൻ അത് പറഞ്ഞ് അകത്തേക്ക് പോയി. ആമ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൂണിന്റെ മറവിൽ നിൽക്കുന്ന വേദുവിനെ കണ്ടത്. നീ എന്താ വേദു അവിടെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, വെറുതെ. അല്ല ശുപ്പാണ്ടി എങ്ങോട്ട് പോയി? അകത്തേക്ക്. എന്താ, എന്തോ ഉടായ്പുണ്ടല്ലോ. ഏയ് എന്തുടായ്പ്? ഒന്നുമില്ല. മോളെ വേദു, സത്യം പറ, ഋഷിയേട്ടനെ ഇങ്ങനെ ആക്കിയത് നീയല്ലേ? അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. എടി ദുഷ്ടി, പാവം എൻ്റെ ഋഷിയേട്ടൻ, നീ എന്തിനാ അങ്ങനെ കാണിച്ചേ? ഓ എന്തൊരു സ്നേഹം. ആ ശുപ്പാണ്ടിക്ക് എനിക്കിട്ട് പണിഞ്ഞതിന് ഞാൻ തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. നിനക്കിട്ട് എന്ത് പണിഞ്ഞു? വേദു ഋഷി പറഞ്ഞതും രുദ്ര മിണ്ടാത്തതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓ അങ്ങനെയാണപ്പോൾ കാര്യങ്ങൾ. ആ അതെ, നീ ചെയ്തത് തന്നെയാ ശരി വേദു. ഋതു പറഞ്ഞതും അവളൊന്ന് മൂളി. അവർ ഓരോന്ന് സംസാരിച്ചു നിന്നപ്പോഴാണ് ആമിയുടെ അമ്മയും അച്ഛനും അവിടേക്ക് വന്നത്. അവരെ കണ്ടതും ആമി അവർക്ക് അരികിലേക്ക് ഓടി. അച്ഛാ, അമ്മേ. മോളെ ആമി.
നിങ്ങളെന്താ പതിവില്ലാത്തതുപോലെ ഈ വഴിക്ക്? അതെന്താ ആമി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എൻ്റെ അമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്തേ എല്ലാവരും? അകത്തുണ്ട്, വാ. അവരെല്ലാം അകത്തേക്ക് കയറി. ആഹാ, ഇതാരൊക്കെയാ? രാമചന്ദ്രനും മാലിനിയുമാണല്ലോ. ഞങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? ഏയ്, അങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മേ? പിന്നെ ഇങ്ങോട്ട് വരാത്തത് ജോലി തിരക്ക് കൊണ്ടാ. ഞങ്ങൾ വന്നില്ലെങ്കിലും എന്താ അമ്മേ, അബിയും ആമിയും ഇവിടെ ഉണ്ടല്ലോ. ആ, എൻ്റെ മക്കളുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല. മുത്തു പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു. ഇനി എന്തായാലും ഞങ്ങൾ വന്ന കാര്യം പറയാം. പറഞ്ഞു. നമ്മുടെ ആമിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പയ്യൻ ഡോക്ടറാണ്. അത് ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. മാലിനി പറഞ്ഞതും ഋഷിയും ആമിയും തറഞ്ഞു നിന്നു.